ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഹെഡിങ് എഴുതാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഫിസിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചാണ് ഈ ഫസ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും അതേപോലെ ഒന്ന് ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ചാർജ് അറ്റ് റെസ്റ്റ് ആണെന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നു. സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. ഇതെന്താണ്? സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പഠിച്ചപ്പോൾ, ഇലക്ട്രിക് ചാർജസ് പഠിപ്പിച്ച സമയത്ത് ചാർജ് റെസ്റ്റിൽ തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. ചാർജിന് ഒരനക്കവും ഇല്ലായിരുന്നു. അനങ്ങാതിരിക്കുന്ന സമയത്താണ് കൺസെപ്റ്റ് ആണ് പഠിച്ചത്. ചാർജിന് ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. വേറൊരു ചാർജിന് അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഇലക്ട്രിക് ഫീൽഡിന് എഫക്റ്റ് ഉണ്ടാവും, ഫോഴ്സ് അനുഭവപ്പെടും. കൂളംബിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ പറ്റി അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഗോസസ് തിയറം എല്ലാം പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിക്കുന്ന സമയത്തും ചാർജ് റെസ്റ്റിൽ തന്നെയാണ്. അപ്പം ഇത് പഠിക്കുമ്പോഴും എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞതാണ്. പിന്നീട് ഇവിടോട്ട് കയറുമ്പോഴാണ് കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇതെല്ലാം വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട. അപ്പം ഈ സ്റ്റഡി ഓഫ് ചാർജ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ചാർജിനെ പറ്റി പഠിക്കുന്ന തന്നെ ചാപ്റ്ററാണ് ഇതെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ആദ്യം. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ ഹെഡിങ് നിങ്ങൾ എഴുതുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹെഡിങ് എഴുതുക, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റി പറയുമ്പോൾ ഒരു ചാർജ് ജസ്റ്റ് ഇങ്ങനെ വരച്ചേക്കുക. പോസിറ്റീവ് ചാർജ് ആണ്. അതിൻ്റെ വെളിയിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നുള്ളതായിട്ട് വരയ്ക്കുക. അതിൻ്റെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ദൂരെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇത് ബി എന്ന് പറയുന്ന പോയിന്റും ഇത് എ എന്ന് പറയുന്ന പോയിന്റും. അതിനെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് അനദർ ചാർജ്. അതായത് ഇപ്പം ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഇത്ര ഇങ്ങനെയൊന്നും വരയ്ക്കേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ജസ്റ്റ് ഒരു ചാർജ് വരച്ചിട്ടാൽ മതി. ഓക്കെ, ഇത് ഇൻഫിനിറ്റിയാണ്. ഇത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ ഇൻഫിനിറ്റിന്ന് എനിക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ, വേറൊരു ടെസ്റ്റ് ചാർജിന്, നമുക്ക് ഇത്രയും വലിയ ചാർജൊന്നുമല്ല, ഒരു ചെറിയ ടെസ്റ്റ് ചാർജിനെ ഇവിടോട്ട് കൊണ്ടുവെക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഈ പോസിറ്റീവ് ചാർജ് ആ ചാർജിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ റിപ്പൾഷനെതിരെ ഒരു വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവനെ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ ആ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റിയിലുള്ള ഒരു ചാർജിനെ എനിക്ക് വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവരണമെങ്കിൽ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ഡു എ വർക്ക്. സോ ദാറ്റ് വർക്ക് ഈസ് കോൾഡ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങൾ നോക്കിക്കോണം, ഈ ചാർജിനെ പറ്റിയാണ് പറയുന്നത്. ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചാർജിന് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്തുമാത്രം വർക്ക് വേറൊരു ചാർജിനെ മണ്ടയ്ക്ക് ചെയ്യണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കല്ലേ, സാറല്ലേ പറഞ്ഞത് സ്റ്റഡി ഓഫ് ചാർജ് അറ്റ് റെസ്റ്റിലെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, എന്നിട്ട് ഈ ചാർജ് മൂവ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിച്ചായിരുന്നു. കാരണം ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു യൂണിറ്റ് ചാർജാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിൽ നിന്നും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ, അതായത് ഈ ചാർജിനടുത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ആ ടെസ്റ്റ് ചാർജിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും ഇതൊരു കൂളോംബിക് റിപ്പൾഷൻ അനുഭവപ്പെടുത്തും. ആ കൂളോംബിക് റിപ്പൾഷനെതിരെ ഒരു വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ ഈ അത് അവിടെ കൊണ്ടുവെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് ആ എഴുതേണ്ട കാര്യങ്ങളൊന്നും എഴുതാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ വരച്ച് വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കിക്കോളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹെഡിങ് എഴുതിയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ചാർജ് വരയ്ക്കുക.
ആ ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൺസിഡർ ചെയ്താൽ മതി. ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ്, ഇത് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുണ്ട്, ഇതൊരു ടെസ്റ്റ് ചാർജാണ്. അതിനെ എനിക്ക് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇതെല്ലാം ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതെല്ലാം ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റാണ്. ഇതിനെ എനിക്ക് ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവെക്കണമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഡു എ വർക്ക്. അപ്പോൾ ആ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ഇൻഫിനിറ്റി തന്നെ ഇവിടുന്ന് ഇവിടെയും കൊണ്ടുവെക്കാം, ഇവിടുന്ന് ഇവിടെ വേണേൽ എവിടെ വേണേൽ കൊണ്ടുവെക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? സോറി, അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയുന്നത്. പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയല്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതൊന്ന് തുടച്ചു കളഞ്ഞേരെ, ഡിഫറൻസ് എന്നുള്ളതൊന്ന് തുടച്ചു കളഞ്ഞേരെ. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ഫിസിക്സ് പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പം അവിടെ നമ്മുടെ ജംഗ്ഷനിൽ മുറുക്കാങ്കട നടത്തുന്ന ഒരപ്പച്ചനോട് സ്പീഡ് ഏതാ വെലോസിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറുക്കൻ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വിട്ടു പോയി കഴിഞ്ഞാൽ ആ അപ്പച്ചൻ പറയുന്നത് അയ്യോ അവൻ എന്നാ സ്പീഡിലാണ് പോകുന്നതെന്നാണ്. ശരിക്കും അവിടെ ഉച്ചരിക്കേണ്ട വാക്ക് വെലോസിറ്റി എന്നായിരുന്നു. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി പറയേണ്ട, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മാത്രം പഠിച്ചാൽ അതേപോലെ തന്നെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. പൊട്ടൻഷ്യൽ. അപ്പം ഒരു ചാർജ് ഞാൻ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് അത്? ഇങ്ങനെ ഇൻഫിനിറ്റിയിലൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് അവിടെ ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് ചാർജിനെ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റിലോ ബി എന്ന് പറയുന്ന പോയിന്റിലോ കൊണ്ടുവെക്കണം. ഇവിടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ കൊണ്ടുവെക്കണം. അങ്ങനെ കൊണ്ടുവെക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്ത്? ആ കൊണ്ടുവെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: വർക്ക് ഡൺ, വർക്ക് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്നിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ in moving a unit positive charge from one point to other. Infinity to a point. From infinity to a point. Without acceleration. Against electric force. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിൽ നിന്നും ചാർജിനെ എന്താണ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ്, ക്യാപിറ്റൽ ലെറ്റർ വി ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ വി ബി എന്നും ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ വി എന്നും എടുക്കുക. ഇവിടെ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ? ചാർജിനടുത്ത് വരുമ്പോഴായിരിക്കും കൂടുതൽ വർക്ക് ഡൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി വർക്ക് ഡൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡണ്ണിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വർക്ക് ഡൺ ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, കാരണം അത് അടുത്തായിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഇങ്ങനെ എഴുതാം. എന്താണ് പൊട്ടൻഷ്യൽ? വർക്ക് ഡൺ ബ്രിങ്ങിങ് എന്താണ്? ഇപ്പം വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? പൊട്ടൻഷ്യൽ അറ്റ്. ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എയിൽ നിന്ന് ബിയിലേക്ക്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇതും കൂടെ എടുക്കാം. ഞാൻ ആക്ച്വലി എൻ്റെ നോട്ടിനകത്ത് ആദ്യം ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയാണ് നമ്മൾ എഴുതിയത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. അതാണ് പ്രശ്നം പറ്റിയത്. നിങ്ങളിപ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ പൊട്ടൻഷ്യൽ തന്നെയാണോ എഴുതിയിരിക്കുന്നത്?
അപ്പം ഒരു കാര്യം കൂടെ ഒരു ചെറിയൊരു തിരുത്തൂടെ വരുത്തണം. ഈ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ തന്നെ ഇതാക്കി വെച്ചാൽ മതിയേ. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതായത് ഇവിടെ ഒരു പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ഇവിടെ ഒരു പോയിന്റും കൺസിഡർ ചെയ്യേണ്ട. ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻഫിനിറ്റി കൊണ്ട് വെക്കുക. സോറി കേട്ടോ, ഒരു കൺഫ്യൂഷൻ അവിടെ വരുത്തിയതിന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നോട്ടിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ ഓർഡറിലായിരുന്നു ഞാൻ പറയേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് വന്ന് അതിലങ്ങ് ആ ഫ്ലോയിലങ്ങ് പൊട്ടൻഷ്യലിനെ പറ്റി പറഞ്ഞു. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത് കേട്ടോ. ഓക്കെ, എനിവേ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ മുതൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡ്, വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അപ്പം ഇവിടെ ഈ ഇൻഫിനിറ്റിയിൽ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ കാണും, വി എന്ന് എടുക്കാം. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കാണും, വി ബി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ എവിടെ അനുഭവപ്പെടുക എന്നിവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ. കാരണം എന്താ, ബിയിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ, കൂടുതൽ മൈനസ് കുറവ്, അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുമ്പോൾ വി ബി ആണ്. ഈ എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം എ ടു ബി വിൽ ബി ഈസ് ഈക്വൽ ടു എന്താ, വി ബി എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചേക്കണം. ഇത്ര എഴുതിയോ? ഈ പടം ഒന്ന് തിരുത്തി വരച്ചേക്കണേ കേട്ടോ. ഈ പടം ഒന്ന് തിരുത്തി വരച്ചേക്കുക. ഓക്കെ, എന്നിട്ട് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇത് ടെസ്റ്റ് ചാർജ് ആണ്. നമ്മൾ ആ വരുന്ന ചാർജിന് മണ്ടയ്ക്ക് എന്തുമാത്രം വർക്ക് ചെയ്തു. മറ്റേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എന്തായിരുന്നു, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആയിരുന്നു. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ വർക്ക് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്, അല്ലെ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ്. ഓക്കെ ആണല്ലോ, സെയിം കൺസെപ്റ്റ് വെച്ച് തന്നെ പഠിക്കുക. ഡബ്ല്യു ബൈ ക്യൂ അതിനെ ഒരു ഇതിനകത്താക്കി വെക്കുക. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, യൂണിറ്റ് വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. അപ്പോൾ ജൂൾ പെർ കൂളമ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കുമെന്ന് അറിയാമോ, വോൾട്ട് എന്ന് വിളിക്കും. അതും ഒന്ന് എഴുതി വെച്ചേക്കണം. അതേപോലെ തന്നെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ളതും കൂടെ എഴുതി വെച്ചേക്കുക, സ്കെയിലാർ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടെ പറയാം. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം ഒരു ചാർജിൻ്റെ മണ്ടയ്ക്ക് ചെയ്യുന്ന വർക്കാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ചാർജിനെ മൂവ് ചെയ്യാൻ. നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്താ, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് ഒരു 100 പോസിറ്റീവ് കൂളമ്പ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു 100 കൂളമ്പ് ചാർജിനടുത്തോട്ട് എനിക്കൊരു 1 കൂളമ്പായിട്ടുള്ള ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ ഒബ്വിയസ്ലി ഈ 1 കൂളമ്പ് ചാർജിനെ ഈ 100 കൂളമ്പ് ചാർജ് റിപ്പൽ ചെയ്യും. എന്നാലും എനിക്ക് ഇതിനടുത്ത് കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ ആ റിപ്പൾഷനെതിരെ വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ആ ചെയ്യുന്ന വർക്ക് ഡണിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുവാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയാറുണ്ട്. അത് ഈ പറഞ്ഞ സ്പീഡും വെലോസിറ്റി എന്ന് പറഞ്ഞ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതും ഡിനോട്ടഡ് ബൈ ലെറ്റർ വി തന്നെയാണ്. അതെന്താണെന്നറിയാമോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള തൊട്ടടുത്തുള്ള 2 പോയിന്റിലേക്ക് ചാർജുകളെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക്. മറ്റേത് ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇത് തൊട്ടടുത്തുള്ള 2 പോയിന്റുകളിലേക്ക് ചാർജുകളെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക്. അപ്പം ഇതും ജസ്റ്റ് ഒരു ചാർജ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ വരച്ചിട്ടേക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരയ്ക്കുക, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരയ്ക്കുക. ഇപ്പോൾ എയിൽ നിന്ന് ഒരു ടെസ്റ്റ് ചാർജിനെ, ഇതൊരു ടെസ്റ്റ് ചാർജാണ്.
എയിൽ നിന്ന് ഒരു ടെസ്റ്റ് ചാർജിനെ ബിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ചെയ്യണം? കാരണം അടുത്തടുത്തുള്ള 2 പോയിന്റുകളാണ്. അപ്പം ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി ആണ്. അപ്പോൾ എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു എ ബി തന്നെയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ആണ്. ഇത് നമുക്ക് വി എ ബി എന്ന് വിളിക്കാം. വി എ ബി ഈസിക്കലും എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ഡെഫിനിഷനും കൂടെ എഴുതിക്കോളൂ. ദ എമൗണ്ട് ഓഫ് work done in moving a unit positive charge from one point to another without acceleration ഒന്നുമില്ലാതെ without acceleration against electric force electric forceനെതിരെ against electric force